സെലിൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറൊരു വിഭവമാണ്. ഫുഡ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നു. മൈദ 3 കപ്പ്, ഈസ്റ്റ്, ഡേറ്റ്സ്, മുട്ട, പാല്, നെയ്യ്, പഞ്ചസാര, ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർക്കുക. അതിനുശേഷം 1/2 സ്പൂൺ ഉപ്പ്, 3 സ്പൂൺ പഞ്ചസാര, മൂന്ന് സ്പൂൺ ബട്ടർ, ഒരു കപ്പ് പാല്, ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ഒരു ചപ്പാത്തി കുഴയ്ക്കുന്ന പരുവം ആവണം ഇത്. അതിനേക്കാൾ ഇത്തിരി കൂടെ ലൂസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അതിനുശേഷം നമ്മളിതിൽ എയർ ടൈറ്റായിട്ട് കവർ ചെയ്യുക. അപ്പോൾ നമ്മളിത് കവർ ചെയ്ത് ഇത് 1 മണിക്കൂർ നേരം ഇതിനെ പൊങ്ങി ഡബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെച്ച മാവിൻ്റെ ഒരു പോർഷനാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എടുത്തതിന് ശേഷം ഈ പോർഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരേ രണ്ട് ബോളുകളാക്കി എന്നിട്ട് നമ്മളിത് പരത്തുന്നു. ഞാനിതിനെ ഇങ്ങനെ എന്നിട്ട് ഇത് ഇതിനുള്ളിലേക്ക് ഞാൻ ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മട്ടനോ വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും ഇതിനുള്ളിൽ വെച്ച് സ്റ്റഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നീട് അതിന് ഷേപ്പ് ചെയ്യുന്നു. പിന്നുന്നു നമ്മളൊരു ട്രേയിലേക്ക് മാറ്റുന്നു. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം 20 മിനിറ്റ് വെളിയിൽ വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ ഓവനിൽ വെക്കാവുള്ളൂ. അതിന് ഒന്ന് ചെറുതായിട്ട് മുട്ടയുടെ വെള്ളയെടുത്ത് ഒന്ന് ബ്രഷ് ചെയ്താൽ നല്ല ബ്രൗണായി മുരിഞ്ഞ് കിട്ടും. നമ്മൾ ഓവനിലേക്ക് വെക്കുന്നു. എന്നിട്ട് ഓവനിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്യുക. 20 മിനിറ്റ് കഴിയുമ്പോൾ അത് റെഡിയാകും.
ഇത് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ ഞാനുണ്ടാക്കിയ ഈ സ്റ്റഫ്ഡ് ബണ്ണ്. നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കണം. വളരെ ടേസ്റ്റിയും ഡെലീഷ്യസുമായ ഒരു ബണ്ണാണ് ഇത്.